നമ്മളൊന്ന് കോയമ്പത്തൂർ പോവുകയാണേ. എൻ്റെ ആവശ്യത്തിനൊന്നുമല്ല, പപ്പയും അമ്മയും പോകുന്നതുകൊണ്ട് അവരുടെ കൂടെ വെറുതെ വണ്ടി കയറി ഇരുന്നു എന്ന് മാത്രം. വണ്ടി കയറി ഇരുന്ന വഴക്കൊക്കെ ആണെങ്കിലും ഫുഡ് കഴിക്കുന്നവിടെ ആ ഒരു പ്രശ്നമേ ഞങ്ങൾക്കില്ല. അപ്പോൾ പപ്പ പറഞ്ഞത് സാമ്പാർ വടയും ഞാൻ ഓർഡർ ചെയ്തതൊരു ദോശയായിരുന്നു. എനിക്കിപ്പോഴും കൂടുള്ളവർ ഓർഡർ ചെയ്യുന്ന ഫുഡായിരിക്കും കുറച്ചുകൂടി ഇഷ്ടമാവുക. അതെപ്പോഴും ഉള്ളതാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാമ്പാർ വട. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ എൻ്റെ പകുതി ദോശയും ഞാൻ പപ്പയ്ക്കാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഒരു സാമ്പാർ വടയും കൂടെ പറഞ്ഞ് ഞാൻ കഴിച്ച്. അതങ്ങനെയാണല്ലോ. പിന്നെ ഓരോ ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ ജേർണി സ്റ്റാർട്ടായിരിക്കണു. ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം കോയമ്പത്തൂർ എത്തിയെന്ന്. കാരണം അവിടെ നല്ല ബ്ലോക്കാണ്, നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാരണം ഇങ്ങനെ ഓരോ കടയിൽ ചെന്ന് പ്രത്യേകിച്ച് നമുക്ക് ധാരണയൊന്നും ഉണ്ടാവില്ല എന്തെടുക്കണമെന്ന്. പക്ഷെ അവിടെ ഇങ്ങനെ കുറേ നോക്കിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കടയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ അനിയനൊരു റിങ് മാത്രം എടുത്തിട്ട് പപ്പയുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഡ്രസ്സ് കടയിൽ കയറിയത്. ഇവിടെ വന്നപ്പോൾ അടിപൊളി ടീഷർട്ടൊക്കെ കിട്ടി എനിക്ക്. ഞാൻ കുറച്ച് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് ടീഷർട്ടും പാൻസൊക്കെ എടുത്തു. എന്നിട്ട് ഇതുവരെ ഞാൻ ജിമ്മിനൊന്നും പോയിട്ടില്ല, അതാണ് വലിയ കാര്യം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ 4 മണിയായി. നല്ലോണം വിശന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ ഏത് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പിന്നെ പപ്പ പറഞ്ഞ ഹോട്ടലാണ് ദാബ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അവിടെ അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും. പിന്നെ എനിക്കും പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും നല്ലോണം ടയേർഡായ വെയിൽ